സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ തല്ലിപ്പൊട്ടിക്കൂ. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. പൂരിക്ക നമ്മൾ സെർച്ച് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഈ കടലിന്റെ സൈഡിലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൈ വെച്ചിങ്ങനെ ഓരിയാൽ മതി. അത് കൈ വരുന്നതാണ്, കൈ കിട്ടും. ഈ പാറകളുടെ സൈഡിലാട്ടോ? പാറകളുടെ ഒക്കെ സൈഡിലായിട്ട് നമ്മൾ കൈ കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോ വെള്ളം നിൽക്കുന്ന ഒരു ഏരിയ, അതായത് ഒരു കല്ലിന്റെ ഒരു ഗ്യാപ്പ് കാണും. അവിടെ ഓൾറെഡി വെള്ളം പോകുമ്പോൾ ചെറിയൊരു കുഴി പോലെ വരും. അതിന്റെ ആ വെള്ളം വരുന്ന ഭാഗത്താണ് മെയിൻ ആയിട്ട് ഇത് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് ഇറങ്ങിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നല്ലപോലെ കിട്ടുന്നതായിരിക്കും. കുറച്ച് വലിയ കൂരിക്ക വേണമെങ്കിൽ കുറച്ച് നമ്മൾ ഇറങ്ങി തന്നെ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ കല്ലൊക്കെ നിൽക്കുന്ന ഏരിയയിൽ ആ ഭാഗങ്ങളിലൊക്കെ മെയിൻ ആയിട്ട് കാണുന്നതാണ്. ഇവിടുന്ന് ചെറുത് വേണം പോലെ ഒരു സാമ്പിളിന്റെ. ഇതാണ് കുരിക്ക എന്ന് പറയുന്നത്. ഇത് ചെറിയ കുരിക്കയാണ്. ഇതാണ് കുരിക്ക. കടൽ തീരെ ഒരു പ്രാവശ്യം വന്ന് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് താഴോട്ട് പോവുകയുള്ളൂ. കഴുകിയെടുത്ത് കാണിച്ച്. ഇതാണ് കുരിക്ക എന്ന് പറയുന്നത്. ഇതിപ്പോ ചെറുതാണ്, വളരെ ചെറുതാണ്. ഇതിപ്പോ പെട്ടെന്ന് തന്നെ താഴോട്ട് പോകുന്നേ കാണാൻ നോക്കുക. വെള്ളം ഉണ്ടെങ്കിലേ അത് പോകത്തുള്ളൂ. ഓക്കെ ഗായ്സ്. ഹലോ ഗായ്സ്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലിൽ നിന്ന് കൂരിയെ പിടിക്കുമ്പോഴത്തേക്ക് അത് കൂരിക്ക ഉപയോഗിച്ച് വേണം കൂരിയെ പിടിക്കാൻ. അതാണ് അതിന്റെ ഒരു ശാശ്വതമായ രീതി. അത് തന്നെയാണ്. പിന്നെ നമുക്ക് പല വിധത്തിലും പിടിക്കാം. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് കൂരിക്ക ഉപയോഗിച്ച് കൂരിയെ പിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്. വെള്ളം മൊത്തം പോയിട്ട് ഒന്നും ചെയ്യണ്ട.
കൂരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആ ധാരണ വീണ്ടും തെറ്റി. കാരണം ഇവിടുത്തെ തീരദേശവാസികളുടെ ഇഷ്ട വിഭവമാണ് കൂരിക്ക കൊണ്ടുള്ള തോരൻ. തോട് കളഞ്ഞ് തേങ്ങയും മസാലയും പുരട്ടി ഉണ്ടാക്കിയെടുക്കുന്ന കൂരിക്ക തോരൻ രുചിയുടെ കാര്യത്തിലും പോഷകത്തിന്റെ കാര്യത്തിലും നമ്പർ 1 ആണെന്നാണ് ഇവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസം. കാണാൻ പറ്റും വെള്ളത്തിരിക്കുന്നാടാ പൊടിയാണ്. ഇതാണ് കൂരിക്ക എന്ന് പറയുന്ന സംഭവം. ഹലോ ഫ്രണ്ട്സ്, മനോഹരമായ ഈ സായം സന്ധ്യയിൽ കൂരിക്ക എന്ന് പറയുന്ന ഒരു കൊച്ചു വിഷയവുമായി വളരെയധികം അറിവ് സമ്പാദിക്കുവാൻ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഇന്ന് സാധിച്ചു. മറ്റൊരു പുതിയ വിഷയവുമായി നമ്മൾ ഉടൻ വരുന്നതാണ്. തൽക്കാലം സമയക്കുറവ് കൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ്. ഓക്കെ.